നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ബീഫ് ഫ്രൈ ആണ്. നല്ല എരിവുള്ള ഒരു സൈഡ് ഡിഷ് ആണ്. ഡ്രൈ ആയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. നാടൻ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ഇഞ്ചിയാണ്, ഇഞ്ചി ചതച്ചത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണിൽ അല്പം കുറവ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മൾ ബീഫിനെ മാരിനേറ്റ് ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ബീഫിലോട്ട് ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ജിഞ്ചർ, ഗാർലിക്, ഗരം മസാല, മല്ലിപ്പൊടി, പെപ്പർ, മഞ്ഞൾ, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, വിനീഗർ. ഇത് ഇത്രയിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. വിസിലടിച്ച് ബീഫ് വെന്തതിന് ശേഷം ഞാൻ കാണിക്കാം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ബീഫ് വെന്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നിങ്ങൾ തുറക്കുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് വെച്ച് തീ കൂട്ടിയിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കാം. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. കുറച്ച് അധികം കറിവേപ്പില ഇട്ടുള്ളൂ. കറിവേപ്പില ഇതിലോട്ട് നമ്മളിപ്പോൾ ബീഫ് മൊത്തമായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് മൊത്തമായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ലെങ്കിൽ കുറച്ചായിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. വേവിച്ചെടുത്തത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇപ്പം ഞാൻ ഏതായാലും മൊത്തമായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക. ബീഫ് മൊത്തം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് ഇനി ഇത് നമ്മൾ പതുക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം എടുക്കും. നമ്മൾ പതുക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ചൊന്നായി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ എണ്ണയിലേക്ക് ബീഫ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 തവണ വഴറ്റി കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ ഒരു 2 ടീസ്പൂണും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ. ആദ്യം നമ്മൾ ഇട്ടിരുന്ന 1/2 ടീസ്പൂണും പിന്നെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണും. ഇതിന് കൂടുതൽ എരിവ് വറ്റൽമുളകിൻ്റെ എരിവാണ് വരുന്നത്. ഇപ്പോൾ ഒന്ന് കളവ് ചെറുതായിട്ട് മാറിക്കിട്ടാനാണ് നമ്മൾ പെപ്പർ ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയും കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വിളമ്പേണ്ടത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.